ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഫ്രീഡം എന്ന് പറഞ്ഞ് പേരിട്ടിരുന്ന അമേരിക്കയുടെ ഹോർമസ് കടലിടുക്കിലൂടെ മറ്റ് രാജ്യങ്ങളുടെ ഷിപ്പുകളെ കടത്തിവിടാനുള്ള ഒരു പ്രോജക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ പരമാധികാരം അവിടെ ഇൻഡയറക്റ്റ്ലി ചെറുതായിട്ട് അംഗീകരിച്ച് തുടങ്ങുന്നുണ്ട്. സോ അതിൻ്റെ സൂചന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം വർക്ക് അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഈ യുദ്ധം നിർത്താനുള്ള. അപ്പോൾ ഇറാൻ അതിൻ്റെ ഭാഗമായി വച്ചിരുന്ന ഒരു സംഭവമാണ് ഹോർമസിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അത് അംഗീകരിക്കപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സോ അതവിടെ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റുപ്പിയുടെ വില ഇടിയുന്നുണ്ട്. അതൊരു വറിയിങ് ഫാക്ടറാണ്. ബാക്കി വലിയ ഫാക്ടേഴ്സ് മാർക്കറ്റിലില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൈസസിനെ, നമ്മുടെ ഇൻഡെക്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഘടകമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ്. ക്രൂഡ് ഓയിൽ ഇന്നലെ ഒരു 3.5-4% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 8,800 മുതൽ 9,500 റേഞ്ചിലൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു $100 താഴേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില വന്നു കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ടബിളാണ്. സോ അതിനാണ് അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കംഫർട്ടബിൾ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലെറ്റ് സി. ഇതൊരു ഫ്രെയിം വർക്ക് തീരാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു May 15th റേഞ്ചിലൊക്കെ എത്തുമ്പോഴേക്കും ഇതൊന്ന് കൺഫർമേഷൻ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനു മുന്നേ ഇനി ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങാതിരുന്നാൽ നല്ലത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കാരണം നമ്മുടെ മാർക്കറ്റ് ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആക്ച്വലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മാർക്കറ്റ് ഒരു സൈഡ് വേസിലേക്ക് പോകുമ്പോൾ നല്ലൊരു ട്രേഡിംഗ് അവേഴ്സ് കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. സോ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടച്ചിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ഫ്ലാഗ് പാറ്റേണിലാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റ്. ഓക്കെ, മൊത്തത്തിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. സോ ചാർട്ട് ഇച്ചിരി മെസ്സി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇന്നൊരു ദിവസത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത്. സോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ടൈം അധികമില്ല. സോ കാര്യങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിന് ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലാണ് നമ്മൾ നിന്നത്. സോ ഈ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് ആ ഡൗൺ ട്രെൻഡ് എന്നുള്ളൊരു സംഭവം നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഡൗൺ ട്രെൻഡിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ലെവലിൻ്റെ അടുത്താണ്, ഇതിൻ്റെ മേളിലാണ്. സോ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 24,240, 24,350 440 എന്നിങ്ങനെയുള്ള ലെവൽസാണ് മേളിലേക്ക്. സോ മേളിലേക്ക് പോകാൻ ഒരു പ്രഷർ ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് വന്ന് മേളിലേക്ക് ബ്രേക്ക് ചെയ്ത് കയറി പോകണം എന്നുള്ളത്. കയറിപ്പോയിട്ട് തിരിച്ച് വീണ്ടും സ്ലോലി ഇറങ്ങി വന്നതായിരുന്നു. സോ ഇനിയൊരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് മൊമെൻറ്റം അവിടെ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ കൂടെ മാർക്കറ്റ് 24,240 മേളിൽ പോവുകയും ഇനി ഒരു ഫർദർ ഒരു യുദ്ധത്തിൻ്റെ ഒരു ന്യൂസ് വരാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു 24,000 സപ്പോർട്ട് എടുത്ത് മേളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. SBI ഒക്കെ ഇപ്പോഴും കുഴപ്പമില്ലാത്ത വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. SBI, ICICI ബാങ്ക് എന്നിങ്ങനെയുള്ള സ്റ്റോക്സ് നല്ല വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. ഇൻഫോസിസ്. സോ വാല്യുവേഷൻ വൈസിൽ സ്റ്റോക്സ് ഒരുപാട് താഴെ കിടപ്പുണ്ട്. സോ സ്വിംഗ് ട്രേഡിങ്ങിന് സാധ്യത വരുവാണ് എന്നുണ്ടെങ്കിൽ 240 മേളിൽ നിന്ന് ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പിനകത്ത് ഞാൻ സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് എടുത്ത് ഇട്ടിരിക്കാം. അപ്പോൾ നാളെ നമുക്ക് ഇന്ന് ക്ലോസിങ് കിട്ടിയാൽ നാളെ രാവിലെ നമുക്കത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് നിങ്ങളുടേതായൊരു അനാലിസിസ് ചെയ്യുക. സോ ഫോർ ട്രേഡേഴ്സ് 24,240 ആണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ. 180 കാര്യമായിട്ട് നോക്കണ്ട. മെയിലിലേക്ക് പോകുമ്പോഴാണ് 180 ഇമ്പോർട്ടൻറ്റ്. താഴേക്ക് 24,100, 24,000 എന്നീ 3 ലൈൻസ് നോക്കുക എന്നുള്ളതാണ്. സോ സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാൻ അവിടെ പറഞ്ഞു. താഴേക്ക് 960, 880, 800 ഒക്കെയാണ് താഴത്തെ ലെവൽസ്. ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു 2 ആഴ്ച
കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവൽസാണ്. നമ്മുടെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. 240 to 23,800 or 880 റേഞ്ചിലാണ് സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ മേളിലേക്ക് പോയാൽ 240 തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ്. അതിനുശേഷം 350, അതിനുശേഷം 440 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത്. സോ ഇതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഗ്രൂപ്പിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.